ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തികച്ചും നാടൻ ശൈലിയിലുള്ളൊരു മാങ്ങാക്കറിയാണ്. മാങ്ങ പിക്കിളെന്നും വേണമെങ്കിൽ പറയാം. വളരെ സ്പൈസി ആയിട്ടുള്ള, സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല എരിവും മധുരവും നിറഞ്ഞൊരു കറിയാണിത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു പകുതി പഴുത്തത്, അതായത് നന്നായിട്ട് ചെനച്ചു തുടങ്ങിയ മാങ്ങയാണ്. അതായത് അതിൻ്റെ ഉള്ളൊക്കെ മഞ്ഞച്ച് തുടങ്ങിയിട്ടുള്ളതായിരിക്കണം. എന്നാൽ മുഴുവനായിട്ട് പഴുത്തതും പാടില്ല. അതിൻ്റെ സാധാരണ പോലെ അതിൻ്റെ ഞെട്ടി ചെത്തി അതൊന്ന് പൂളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളു കണ്ടാൽ അറിയാം പകുതി, അതായത് പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അതായത് പുളിരസം ചെറുതായിട്ടുണ്ട്, എന്നാൽ മധുരമുണ്ട്. ആ പാകത്തിനുള്ള മാങ്ങയാണിത്. അതായത് അവിടെ വച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ തന്നെ കുറച്ചുകൂടി പഴുപ്പ് കുറഞ്ഞ മാങ്ങയാണിത്. സെയിം മാങ്ങയാണിത്. പുറത്തിരിക്കുന്നതും ഇപ്പം ഞാൻ അരിയുന്നത്. ഞാനൊരു 2 മാങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം നമ്മളിടുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ പൊട്ടിക്കണം ആദ്യം. ഇതിന് പകരം ഉലുവ പൊടി ഇട്ടാലും മതി. ഏത് രീതിയിലും നമുക്കുണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉലുവ പൊട്ടിക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ കടുക്, പിന്നെ ചുമന്ന മുളക്, കൊല്ലമുളക്, ഉണക്കമുളക്, കറിവേപ്പില, ഇത്ര എടുത്ത് താളിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കായപ്പൊടിയാണ്. അത് നന്നായിട്ട് കുടഞ്ഞിടുന്നുണ്ട്. ഒരു ടീസ്പൂൺ കായപ്പൊടി നമുക്കിടാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതിനൊരു കൊഴുപ്പും, കറിക്കൊരു കൊഴുപ്പും ഒരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമില്ല, എന്നാലും കറിക്കൊരു ഭംഗിയുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിപ്പോൾ സിമ്മിലിട്ടാൽ മതി, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകണ്ട. സിമ്മിലിട്ടാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതായത് ഈ മാങ്ങ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. എന്നാൽ ഒരുപാടാകാനും പാടില്ല. അത് നമുക്ക് ചാറ് എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഒഴിക്കുമ്പോഴേക്കും തിളച്ചോളും, കാരണം ചൂടായിട്ടിരിക്കുന്ന എണ്ണയാണല്ലോ. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. അത് ശർക്കരയുടെ അളവും ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അതിൽ ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്കിടുക. ഇപ്പം മീഡിയത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിനെ അച്ചാറെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. മാങ്ങാക്കറി ഏത് രീതിയിൽ വേണേലും വിളിക്കാം. പക്ഷേ ഇത് ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. കാരണം ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും കൂടുതൽ ചേർക്കുന്നില്ല. കുറച്ച് നേരം അടച്ച് വേവിക്കാം. അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് വറ്റിയൊരു കുഴമ്പ് പരുവത്തിൽ ആയിട്ടുണ്ടാവും. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് ഈ മാങ്ങക്കറിക്ക്. ഇത് നമുക്ക് ചപ്പാത്തിക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം. ചോറിനാണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു, പാകമായിട്ടുണ്ട്. ഇതാണ് കറിയുടെ അവസ്ഥ. ഇനി വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും മുകളിൽ തൂവി കൊടുക്കാം. ഉലുവാപ്പൊടിയും വേണമെങ്കിൽ തൂവി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. നിർബന്ധമില്ല അത്.